ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. മഹജർ സാഹിത്യത്തിലെ ഒരു അലയുന്ന ആത്മാവ്, അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നസീബ് അരീദ. അദ്ദേഹത്തിനൊരു പ്രത്യേക പേരുണ്ടായിരുന്നു, ഷായർ അത്തറീഖ് അഥവാ വഴിയോരത്തെ കവി. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതല്ലേ? കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും കവിതയും ഒരുപോലെ യാത്രകളായിരുന്നു. വരൂ, നമുക്ക് ആ വഴികളിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. അപ്പോ ഈ വഴിയോരത്തെ കവി എന്ന പേരിട്ടത് ആരാണെന്നറിയാമോ? അത് വേറാരുമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നമുക്കെല്ലാവർക്കും അറിയാവുന്ന സാഹിത്യത്തിലെ ഒരു ഭീമനായ മിഖായേൽ നോയിമയാണ്. നസീബ് അരീദയുടെ ജീവിതവും കവിതയും ഒരുപോലെ മനസ്സിലാക്കിയ മറ്റൊരാളുണ്ടാവില്ല. കാരണം ജീവിതം പോലെ തന്നെ അരീദയുടെ കവിതകളും എപ്പോഴും ഇങ്ങനെ അലഞ്ഞുതിരിയുകയായിരുന്നു, എപ്പോഴും പുതിയ വഴികൾ തേടിക്കൊണ്ടേയിരുന്നു. ശരി, അപ്പോൾ ഈയൊരു ചർച്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നസീബ് അരീദ എന്ന ആ അലയുന്ന ആത്മാവിനെ നമുക്ക് അടുത്തറിയാം. സിറിയയിലെ ഹിംസിൽ നിന്ന് തുടങ്ങി നസ്രത്തിലെ ആഴത്തിലുള്ള സൗഹൃദങ്ങളിലൂടെ പിന്നെ അമേരിക്കയിലെ സാഹിത്യ വിപ്ലവമായ റാബിത്തത്തുൽ ഖലമിയ വരെ നമ്മൾ പോകും. ശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കും. അവസാനം ആ കവിയും അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസും തമ്മിലുള്ള ആ അത്ഭുതകരമായ ബന്ധം മനസ്സിലാക്കി നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിന്റെ വേരുകളിൽ നിന്ന് തന്നെ, അതായത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം എവിടെ നിന്നാണ് രൂപപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ബാല്യവും വിദ്യാഭ്യാസവുമൊക്കെ അതിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് നോക്കാം. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില വർഷങ്ങളിലേക്ക് നോക്കാം. 1887 സിറിയയിലെ ഹിംസിൽ ജനിക്കുന്നു. പിന്നെ വെറും 13 വയസ്സുള്ളപ്പോൾ 1900 പഠനത്തിനായി അദ്ദേഹം പോകുന്നത് പാലസ്തീനിലെ നസ്രിലേക്കാണ്. അവിടെ നിൽക്കുന്നില്ല. വെറും 5 വർഷം കഴിഞ്ഞ് 1905 പുതിയ സ്വപ്നങ്ങളുമായി നേരെ അമേരിക്കയിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പതിറ്റാണ്ടിനുള്ളിൽ 3 രാജ്യങ്ങൾ. ഈ യാത്രകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ ആ ഒരു അലച്ചിലിന് പ്രധാന കാരണവും. നസ്രത്തിലെ ആ പഠനകാലം അദ്ദേഹത്തിന് കൊടുത്തത് വെറും അറിവ് മാത്രമായിരുന്നില്ല, ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ കൂടിയായിരുന്നു. അവിടെ വെച്ചാണ് മഹ്ജർ സാഹിത്യത്തിന്റെ തലവര മാറ്റിക്കുറിക്കാൻ പോകുന്ന ആ ഒരു ഗംഭീര കൂട്ടുകെട്ടുണ്ടാകുന്നത്. ആരൊക്കെയാണെന്നോ? മിഖായേൽ നോയിമയും അബ്ദുൽ മസീഹ് ഹദ്ദാദും. ഈ പേരുകൾ എന്തായാലും ഓർത്തുവെക്കണം, കാരണം ഇവരുടെ സൗഹൃദം അറബ് സാഹിത്യത്തിന്റെ ഗതി തന്നെയാണ് പിന്നീട് മാറ്റിയത്. അങ്ങനെ ജന്മനാടൊക്കെ വിട്ട് അദ്ദേഹം അമേരിക്കയിലെത്തി. ഇവിടെ വെച്ചാണ് നമ്മളറിയുന്ന നസീബ് അരീദ എന്ന കവി ഒരു സാഹിത്യ വിപ്ലവകാരിയായിട്ട് മാറുന്നത്. അറബ് സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ല് എന്നു പറയാവുന്ന റാബിത്തത്തുൽ ഖലമിയ അല്ലെങ്കിൽ പെൻ ലീഗ്, അതിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചത് ന്യൂയോർക്ക് നഗരമാണ്. 1920. ഈ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അറബ് സാഹിത്യ ചരിത്രത്തിൽ ഇത് സുവർണ ലിപികളിൽ എഴുതിവെക്കേണ്ട ഒരു വർഷമാണ്. കാരണം ന്യൂയോർക്കിലെ ആ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു കൂട്ടം എഴുത്തുകാർ ഒന്നിച്ചിരുന്ന് അറബ് സാഹിത്യത്തിന് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് റാബിത്തത്തുൽ ഖലമിയ എന്ന ആ വലിയ സാഹിത്യ പ്രസ്ഥാനം ജനിക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ വിപ്ലവത്തിന് പിന്നിൽ? പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ വലിപ്പം. ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ, മിഖായേൽ നോയിമ, അങ്ങനെയുള്ള ഇതിഹാസങ്ങൾ. അവരുടെ കൂടെ നസ്രത്തിലെ പഴയ കൂട്ടുകാരൻ അബ്ദുൽ മസീഹ് ഹദ്ദാദും പിന്നെ നമ്മുടെ നസീബ് അരീദയും. ഇവരെല്ലാമാണ് ആ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയായിരുന്നു. അദ്ദേഹം ആ പ്രസ്ഥാനത്തിൽ വെറുമൊരു മെമ്പർ മാത്രമായിരുന്നില്ല കേട്ടോ. പ്രമുഖ സാഹിത്യകാരനായ ജോർജ് സൈദബ് പറഞ്ഞൊരു കാര്യമുണ്ട്. റാബിത്തത്തുൽ ഖലമിയുടെ ഏറ്റവും ശക്തമായ നെടും തൂണുകളിൽ ഒന്നായിരുന്നു അദ്ദേഹം. ഒന്നാലോചിച്ചു നോക്കൂ, ആ ഒരൊറ്റ വിശേഷണം തന്നെ ധാരാളം ആ സാഹിത്യ പ്രസ്ഥാനത്തിൽ നസീബ് അരീദയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹം ഒരു കവിയായിരുന്നു, ഒരു പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്നു. അതോടൊപ്പം തന്നെ നസീബ് അരീദ അനശ്വരമായ ഒരുപാട് സാഹിത്യ സംഭാവനകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്ന പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ സാഹിത്യ ലോകം എന്നു പറയുന്നത് കവിതയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല. 1913 അദ്ദേഹം മജല്ലത്തുൽ ഫുനൂൻ എന്നൊരു കലാമാസിക തുടങ്ങി. പിന്നെ റഷ്യൻ സാഹിത്യത്തിന്റെ ആഴം അറബ് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി അസ്രാറുൽ ബലാത്വി റൂസി എന്ന കൃതി വിവർത്തനം ചെയ്തു. അതുകൂടാതെ ദീകുൽ ജിൻ അൽ ഹിംസി എന്നൊരു കഥ എഴുതിക്കൊണ്ട് അദ്ദേഹം ഒരു കഥാകൃത്തും കൂടിയായി.
ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആകെത്തുകയെന്ന് പറയാവുന്ന കവിതാസമാഹാരം അൽ അർവാഹുൽ ഹായിറ. അപ്പം നോക്കൂ, പത്രപ്രവർത്തകൻ, വിവർത്തകൻ, കഥാകൃത്ത്, കവി, അദ്ദേഹത്തിന് എത്രയെത്ര മുഖങ്ങളായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു കണ്ണാടി എന്ന് തന്നെ പറയാം. അതാണ് അൽ അർവാഹുൽ ഹൈറ, അതായത് അലയുന്ന ആത്മാക്കൾ. 95 കവിതകളാണ് അതിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ വരിയും അദ്ദേഹം സ്വന്തമായിട്ട് ശേഖരിച്ച് അതിൻ്റെ പ്രിൻറ്റിങ്ങിന് മേൽനോട്ടം വഹിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ അലച്ചിൽ, വേദന, ആത്മീയമായ അന്വേഷണങ്ങൾ, ഇതെല്ലാം ഈ കവിതകളിൽ നമുക്ക് ശരിക്കും തൊട്ടറിയാൻ പറ്റും. അങ്ങനെ എല്ലാ യാത്രകൾക്കും ഒരു അവസാനമുണ്ടാവല്ലോ. ഈ അലയുന്ന ആത്മാവിന്റെ യാത്ര എങ്ങനെയാണ് അവസാനിച്ചത്? ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ കവിത പോലെ തന്നെ വളരെ അപ്രതീക്ഷിതവും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തൊടുന്ന ഒന്നുമായിരുന്നു ആ അവസാനം. ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. തന്റെ ജീവിതകാലത്തെ കവിതകളെല്ലാം ചേർത്തുവെച്ച അൽ അർവാഹുൽ ഹായിറ എന്ന ആ പുസ്തകം പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങുന്നതിന് വെറും 4 ദിവസം മുൻപ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ, തന്റെ ജീവിതകാലത്തെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലം കാണാൻ ആ വഴിയോരത്തെ കവിക്ക് സാധിച്ചില്ല. എത്ര സങ്കടകരമായ കാര്യമാണത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലൂടെ ഒന്നുകൂടി പെട്ടെന്ന് പോയി വരാം. 1887 ഹിംസിൽ ജനിക്കുന്നു, 1905 അമേരിക്കയിലേക്ക് കുടിയേറുന്നു, 1920 ആ വലിയ സാഹിത്യ വിപ്ലവത്തിന് ഭാഗമാകുന്നു, ഒടുവിൽ 1946 ബ്രൂക്ലിനിൽ വെച്ച് മരണം. ശരിക്കും സിറിയയിലെ ഹിംസിൽ തുടങ്ങി അമേരിക്കയിലെ ബ്രൂക്ലിനിൽ അവസാനിച്ച ഒരുപാട് അലച്ചിലുകൾ നിറഞ്ഞ ഒരു മഹത്തായ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇനി പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് തരികയാണ്. അൽ അർവാഹുൽ ഹായിറ, അലയുന്ന ആത്മാക്കൾ, ആ ഒരൊറ്റ പേര് അത് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒതുക്കി വെച്ചിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജന്മനാട് വിട്ടുള്ള യാത്ര, പുതിയൊരു ലോകത്ത് ചെന്നപ്പോഴുള്ള ഒറ്റപ്പെടൽ, ഒരിക്കലും അവസാനിക്കാത്ത ആത്മീയമായ അന്വേഷണങ്ങൾ, ഇതെല്ലാം ആ 2 വാക്കുകളിലുണ്ട് അല്ലേ? ഒരുപക്ഷേ ആ കവി തനിക്ക് വേണ്ടി തന്നെ എഴുതിവെച്ചൊരു ജീവിതക്കുറിപ്പായിരുന്നിരിക്കാം ആ കവിതാ സമാഹാരം. ഇതിനെക്കുറിച്ച് ഒന്നാലോചിക്കുന്നത് നസീബ് അരീദ എന്ന കവിയെയും ആ മനുഷ്യനെയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.